ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ 4 ഇയേഴ്സിൻ്റെ ഫ്ലീറ്റർ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പം വീഡിയോയിലേക്ക് പോകാം. അപ്പം 4ആയിട്ട് ഞാൻ തുണി മടക്കിയിട്ടിട്ടുണ്ട്. മടക്കിയിട്ടതിന് ശേഷം ഞാൻ ഇതെല്ലാം അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് 9.5 ഞാൻ ലെങ്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നീട് നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2.5 എടുത്തിരിക്കുന്നത്. 2.5 നെക്ക് വിഡ്ത്തും താഴോട്ട് 2 എടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത് 2.5 മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഷോൾഡറിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആം ഹോള് ഞാൻ 4.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചെസ്റ്റ് വരുന്നത് നമ്മൾ കുട്ടികളുടെ ചെസ്റ്റിൻ്റെ അളവനുസരിച്ചാണ്. ചെസ്റ്റിൻ്റെ റൗണ്ട് എന്ന് പറയുന്നത് 6.5 വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ സിം അലവൻസും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ വേസ്റ്റിൻ്റെ അളവ് വന്നിരിക്കുന്നത് 5.5 വന്നിരിക്കുന്നത്. പിന്നെ തയ്യൽ തുമ്പ്. പിന്നെ ഇവിടെ നിന്നൊരു വളച്ച് നമ്മൾ 1 ഇഞ്ച് കയറ്റി വളച്ചെടുത്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് മുകളിലെ യോക്ക് പോർഷൻ കട്ട് ചെയ്യുന്നത്. നമുക്ക് കട്ട് ചെയ്യാം. ഫ്രണ്ട് പീസ് സെപ്പറേറ്റ് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നെറ്റിൻ്റെ ഭാഗം നെക്കിൻ്റെ താഴെ വരുന്നതിന് വേണ്ടിയാണ്. നമുക്ക് കട്ട് ചെയ്യാം. ലൈനിങ്ങിൻ്റെ പീസ് 2 കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അതിൻ്റെ അളവനുസരിച്ച് കട്ട് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നീട് മെയിൻ പാർട്ടിലുള്ള നെറ്റ് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അതിന് ഞാൻ 20 ഇഞ്ച് ലെങ്തിൽ ഞാൻ യോക്ക് പീസ് വിട്ടതിന് ശേഷമുള്ള അളവിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലെങ്ത് ഇവിടെ നിന്ന് 20 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഈ വെട്ടിയ പാർട്ടിൻ്റെ മെയിൻ പീസ് ഉണ്ടല്ലോ, ഈ നെറ്റിൻ്റെ മെയിൻ പീസിൻ്റെ താഴെ വയ്ക്കാനായിട്ട് ഫ്ലീറ്റുകൾ ഇങ്ങനെ വയ്ക്കാനായിട്ട് ഞാൻ ഇങ്ങനെ അളന്ന് 6 ഇഞ്ച് ഇങ്ങനെ അളന്ന് 3 ഇതായിട്ട് അളന്നിട്ടിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ 3 പീസായിട്ട് 6 ഇഞ്ച് അളവിൽ ലെങ്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബോട്ടത്തിനകത്ത് കൊടുക്കാനായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് ഫ്ലീറ്റ് കൊടുക്കാനായിട്ട് 6 പീസ് 3 ഇഞ്ചിൽ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം. 3 ഇഞ്ച് ലെങ്തിലാണ് എടുത്തിരിക്കുന്നത്. ഈ ഫ്ലീറ്റുകളെല്ലാം ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഈ പീസുകൾ ജോയിൻറ്റ് ചെയ്ത് ഫ്ലീറ്റ് എടുത്ത് ബോട്ടത്തിൽ വെക്കാനാണ് ഇത് കട്ട് ചെയ്യുന്നത്. 6 പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നെറ്റ് കട്ട് ചെയ്തെടുക്കാം. നെറ്റിൻ്റെ അടിയിൽ വരുന്ന ലൈനിങ് കട്ട് ചെയ്യാം. അതേ അളവിൽ തന്നെ കുറച്ച് 1 ഇഞ്ച് വിട്ട് കട്ട് ചെയ്യാം. ഈ നെറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ താഴെ വയ്ക്കുന്ന ഇത് ഫുള്ളല്ല വയ്ക്കുന്നത്. ഇതിൻ്റെ ഒരു ലൈനിങ്ങിൻ്റെ താഴെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഈ ലൈനിങ് ആണ് അകഭാഗം വരുന്നത്. അപ്പം അതിൻ്റെ മുകളിലാണ് ഈ നെറ്റ് വെച്ച് കൊടുക്കേണ്ടത്. മുകളിൽ ഷോൾഡറിൽ വരുന്ന നെറ്റാണിത്. ഷോൾഡറിൽ നമ്മൾ ഫ്ലീറ്റ് വെച്ച് കൊടുക്കുന്നതാണ്. ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 35 ഇഞ്ചും ലെങ്ത് വന്നിരിക്കുന്നത് 3 ഇഞ്ചുമാണ് വന്നിരിക്കുന്നത്. അപ്പം വിഡ്ത്ത് 35 ഇഞ്ചും ലെങ്ത് 3 ഇഞ്ചും. ഓക്കെ. അപ്പം ഇത് നമ്മൾ ഫ്ലീറ്റ് എടുത്തതിന് ശേഷം ഷോൾഡറിനകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടി ആദ്യമേ ഒരു കട്ട് പീസ് ഇങ്ങനെ ഇടുക. നമ്മൾ കട്ട് ചെയ്തെടുത്തല്ലോ, അതിൻ്റെ മേളിൽ മെയിൻ പീസ് ഇടുക. പിന്നീട് ലൈനിങ് കട്ട് ചെയ്തിട്ട് ഇടുക. അപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബാക്ക് പീസും അതുപോലെ തന്നെ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്ത് തിരിച്ച് ഇട്ടിട്ടുണ്ട്.
ഇനി സിബ് വെച്ച് കൊടുക്കാം. ഇനി ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 3 ഇഞ്ച് കട്ട് ചെയ്ത നെറ്റ് നമുക്ക് ഞുറു ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഷോൾഡറിൽ വെക്കുന്നതിന് വേണ്ടിയാണ് സ്റ്റിച്ച് ചെയ്യാം. ഞാനിത് സ്റ്റിച്ച് ചെയ്തപ്പോൾ ഒരു പീസും കൂടെ കട്ട് ചെയ്തിട്ട് 2 എണ്ണം വെച്ചാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 എണ്ണം ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനി ഓരോന്നായിട്ട് ഒരേ അളവിൽ തന്നെ എടുത്തിട്ട് മുറിവാക്കിയിട്ട് ഇങ്ങനെയാണ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒന്നിൻ്റെ മേളിൽ ഇങ്ങനെയായിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ സെൻറ്ററിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 എണ്ണം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇതുപോലാണ് ഞുറുവെടുക്കുന്നത്. 2 എണ്ണം വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലീറ്റ് കിട്ടുന്നതാണ്. 2 സൈഡിലും വള്ളി ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി മെയിൻ പാർട്ടിൽ നെറ്റിൽ നമുക്ക് ഇത് ജോയിൻ്റ് ചെയ്തിട്ട് ഇതുപോലെ ഫ്ലീറ്റ് താഴെ വെച്ച് കൊടുക്കുന്നതിനാണ്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ ഈ പീസിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യേണ്ടത് ഈ ഫ്ലീറ്റിൻ്റെ മുകളിൽ ചെറിയ ഫ്ലീറ്റായിട്ട് ഇങ്ങനെ മുകളിൽ വെച്ച് കൊടുക്കാനായിട്ട് ഒരു ഫ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യണം. അതിന് വേണ്ടിയാണ് നമ്മൾ 3 ഇഞ്ചിൻ്റെ നെറ്റ് കട്ട് ചെയ്തെടുത്തത്. നമുക്ക് ജോയിൻ്റ് ചെയ്ത് അതും ഫ്ലീറ്റ് എടുത്ത് വയ്ക്കാം. ഇനി ഇതിൻ്റെ നമ്മൾ ഫസ്റ്റ് എടുത്ത ഫ്ലീറ്റിൻ്റെ മുകളിൽ വെച്ച് ഈ ഫ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് ഫ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നെറ്റിൻ്റെ അടിഭാഗം വയ്ക്കുന്ന നെറ്റാണിത്. അതും ഇതുപോലെ വെച്ചിട്ടുണ്ട്. ലൈനിങ്ങും ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് എങ്ങനെയാണെന്നോ അതേ ആ അളവിൽ നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കണം. പിന്നീട് നെറ്റിൻ്റെ അകത്ത് വെച്ച് വേറൊരു ലൈനിങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ലൈനിങ്ങിൻ്റെ അകഭാഗം വെച്ച് ഇതിൻ്റെ താഴെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. മുകളിൽ നിന്നല്ല ഈ നെറ്റ് വെക്കുന്നത്, താഴെയാണ്. ഇതിങ്ങനെ ഫ്ലീറ്റ് എടുത്ത് ഇങ്ങനെ പോകണം. ഒരു മാർക്ക് ചെയ്തതിന് ശേഷം അതിനകത്ത് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്താണ് പോകുന്നത്. അത് സ്റ്റിച്ച് ചെയ്യുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലീറ്റ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നെറ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വെച്ചിരിക്കുന്നത് മെയിൻ നെറ്റ്, അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു നെറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ലൈനിങ്, പിന്നെ അകത്ത് വരുന്ന നെറ്റ് വെച്ചിരിക്കുന്ന ലൈനിങ്, ഇത്രയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.